നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ തീർത്ഥം താതിരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് മേടിക്കില്ലേ? എന്താ ഈ തീർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞോ, നമ്മുടെ അറിവിലുള്ളത് പറഞ്ഞോ, കുഴപ്പമില്ല. ശരി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആർക്കും ഡ്രോപ്പ് ചെയ്തിട്ടില്ല. തെറ്റു പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറക്കി വിടാത്തതല്ലേ, പൊസിഷനുമില്ല. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ശരിയല്ലെങ്കിൽ തിരുത്താനും ശരിയാണെങ്കിൽ അത് ഒന്നുകൂടി ഉറപ്പിക്കാനും സാധിക്കും. മനസ്സിലായില്ല? അത്രയേ ഉള്ളൂ. എന്താ തീർത്ഥം? തീർത്ഥം എന്ന വാക്കിന്റെ അർത്ഥം ശുദ്ധീകരിക്കുന്നത് എന്തോ അത് തീർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ തീർത്ഥത്തിന് വെള്ളം വേണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായില്ലേ? നമ്മൾ നാമം ജപിക്കുന്നത് തീർത്ഥമാണ്. മനസ്സിലായില്ലേ? നാമജപം ഒരർത്ഥത്തിൽ തീർത്ഥമാണ്. എന്താ നാമം ജപിക്കുന്നത്? എന്തിനാണ്? നമ്മൾ സ്വയം ശുദ്ധമാവാനാണ്. നമ്മൾ ഗുരുവിനെ കാണാൻ പോകും. നമുക്കൊരു ഗുരുനാഥൻ ഉണ്ടെങ്കിൽ ഗുരുനാഥനെ കാണാൻ പോകുന്നത് തീർത്ഥമാണ്. ഗുരു സാന്നിധ്യം തീർത്ഥമാണ്. സന്യാസിമാരെ കാണാൻ പോകുന്നത് തീർത്ഥമാണ്. ക്ഷേത്ര ദർശനം നടത്തുന്നത് തീർത്ഥമാണ്. മനസ്സിലായില്ലേ? അതുപോലെ ഒരു തീർത്ഥമാണ് നമ്മൾ ഈ ജലാശയങ്ങളിൽ, പുണ്യസ്ഥാനങ്ങളിൽ തീർത്ഥം. ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു, ഭാരതത്തിലെ ഏറ്റവും പ്രധാനമായി നടന്ന കുംഭമേള എന്ന വലിയ ഒരു ചടങ്ങ്. നമ്മൾ ഇന്നലെ പറഞ്ഞ പാലാഴി മദനം ഓർമ്മയുണ്ടോ? ആ പാലാഴി മദനം നടന്ന ദിവ്യമായ മുഹൂർത്തം 144 വർഷത്തിൽ ഒരിക്കൽ വന്നു ചേരുന്ന ആ ദിവ്യമായ മുഹൂർത്തത്തിലാണ് ഭാരതത്തിൽ ഗംഗ, അതുപോലെ തന്നെ യമുന, സരസ്വതി നദികളുടെ സംഗമ സ്ഥാനമായ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേള. മനസ്സിലായില്ലേ? അവിടെ 3 നദികളുടെ സംഗമസ്ഥാനമാണ്. ഏതൊക്കെയാ? ഗംഗ, യമുന, സരസ്വതി. സരസ്വതി അന്തർദാനം ചെയ്ത് ഭൂമിയുടെ അടിയിലൂടെ വന്ന് അവിടെ വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ സരസ്വതി കുണ്ഡം എന്ന് പറയുന്ന സ്ഥലമൊക്കെ എവിടെയുണ്ട്. അവിടെ ഈ കോടിക്കണക്കിന് ആൾക്കാർ വന്നത്, അവിടെ ഒരു ക്ഷേത്രവും ഇല്ല. മനസ്സിലായില്ലേ? ഈ സ്ഥലത്ത് ക്ഷേത്രത്തിൽ തൊഴുതാനല്ല വന്നത്. അവരൊക്കെ എന്ത് ചെയ്യാനാണ് വന്നേ? ആ നദിയിലെ ആ പുണ്യ തീർത്ഥത്തിൽ മുങ്ങി കുളിക്കാനാണ്. മനസ്സിലായില്ലേ? സ്നാനം ചെയ്യാനാണ്. അപ്പൊ അതൊരു പവിത്രമായ ആ തീർത്ഥ സങ്കല്പമാണ്. അതാ പുണ്യ മുഹൂർത്തത്തിലായതുകൊണ്ടാണ് അത്രയും പ്രാധാന്യം അവിടെ വന്നത്. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ അതിനെ പരിഹസിച്ചവരും കളിയാക്കിയവരൊക്കെ ഒരുപാട് പേരുണ്ടില്ലേ? അവിടെ കുളിക്കാൻ പോയത് ചൊറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അവിടെ കുളിച്ചവർക്ക് ചൊറി വന്നില്ല, കുളിക്കാത്തവർക്കൊക്കെ ചൊറി വന്നു എന്നാണ് അവരൊക്കെ പറഞ്ഞത്. എത്ര കോടിക്കണക്കിന് ആളാണെന്നറിയാമോ? ഒരു 40 ദിവസം, 42 ദിവസം രാപ്പകലില്ലാതെ. ഇപ്പൊ നമ്മള് കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനം നടക്കുന്ന ശബരിമലയിലല്ലേ? അവിടെ പോലും ചില ഇടവേളകളുണ്ടല്ലേ? ക്ഷേത്രം അടച്ചിടുന്ന സമയമുണ്ട് ഇല്ലേ? ശരിയല്ലേ? കുറച്ച് സമയം ഇടവേളകളുണ്ട്. ഇവിടെ ഇടവേളയില്ല. 24 മണിക്കൂറും ഇങ്ങനെ രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും 3 മണിക്കും 4 മണിക്കും ഒക്കെ നമുക്ക് മണ്ണ് വാരിയിട്ട നിലത്ത് വീഴാത്ത എന്ന് ഭംഗ്യാതരേണ പറയാവുന്ന കണക്ക് ജനം ഇങ്ങനെ ഒഴുകി വരികയാണ്. ഒഴുകുന്നു, വളരുന്നു, മുങ്ങുന്നു. അവര് ആ മുങ്ങി ഭഗവാനെ സ്മരിച്ച് ആ തീർത്ഥത്തിൽ മുങ്ങി ഹരഹര മഹാദേവ എന്ന് നാമം ജപിച്ചുകൊണ്ട് അവര് നേരെ അവിടെ നിന്ന് പോവുകയാണ്. ഇങ്ങനെ ഭാരതത്തിലെ ഒരു വലിയ പരിച്ഛേദം. ആരും തമ്മിൽ വ്യത്യാസമില്ല. ജാതി വ്യത്യാസമില്ല, വർണ്ണ വ്യത്യാസമില്ല, ഒരു വ്യത്യാസവും ഇല്ല. മനസ്സിലായില്ലേ? എല്ലാവരും വന്ന് ഒന്നായി തീരുന്ന സനാതന ധർമ്മത്തിന്റെ പ്രതീകമായ ഒരു മഹാതീർത്ഥമാണ് അവിടെ ആറാടിയത്. പറഞ്ഞാലും വർണ്ണിച്ചാലും ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. കാരണം അവിടെ പോയി ഞങ്ങളൊക്കെ പോയിട്ട് മുങ്ങി വരുമ്പോൾ ഏതാണ്ട് രാത്രി 3 മണിക്ക് അവിടെ ചെല്ലുമ്പോഴും അവിടേക്ക് പോകുന്ന ജനം അത്ര ഒഴുക്കിലാണ്. അതൊരു ആനന്ദമാണ്. മനുഷ്യന് ജീവിതത്തിൽ അപൂർവമായി ലഭിക്കുന്ന ഒരു പരമാനന്ദത്തെ അനുഭവിച്ചതാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥാനങ്ങളും തീർത്ഥമാണ്. അപ്പൊ തീർത്ഥം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ശുദ്ധീകരിക്കുന്നത് എന്തോ അത് തീർത്ഥം. അപ്പൊ തീർത്ഥമായി നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് തരുന്ന തീർത്ഥത്തെ കുറിച്ച് നമുക്ക് ഇപ്പൊ ചിന്തിക്കാം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. ഈ തീർത്ഥം നമ്മൾ എങ്ങനെയാ സേവിക്കേണ്ടത്? ചിലരൊക്കെ തീർത്ഥം സേവിക്കുന്ന അടുത്ത് നിൽക്കുന്ന എല്ലാവരും തിരിഞ്ഞു നോക്കുക. എന്താ കാര്യം? കയ്യിൽ ഇങ്ങനെ മേടിച്ചു വെച്ചിട്ട് ഒരു വലിയ കരിക്കും വെള്ളം മുത്തി കുടിക്കുന്നവരൊക്കെ ഒരു പിടി പിടിക്കുക. അടുത്ത് നിൽക്കുന്നവരെല്ലാം തിരിഞ്ഞു നോക്കുക. എന്തിനാണ് ചൂളം അടിച്ചെന്ന് നോക്കുന്നവർക്ക്. മനസ്സിലായില്ലേ? അങ്ങനെയല്ല തീർത്ഥം. തീർത്ഥം സേവിക്കുമ്പോൾ ഒരിക്കലും കൈകൾ ചുണ്ടിൽ സ്പർശിക്കാൻ പാടില്ല. തീർത്ഥം സേവിക്കേണ്ടതിന് 4 തരം തീർത്ഥങ്ങളുണ്ട് പ്രധാനമായും. 4 തീർത്ഥങ്ങളും ഈ കൈകളിലൂടെയാണ്. 4 പൊസിഷനുകളെ അനുവർത്തിച്ച് വേണം തീർത്ഥം നമ്മൾ ഉപയോഗിക്കാൻ. 4 പൊസിഷൻ എന്തിനാണെന്ന് ചോദിച്ചാൽ 4 സങ്കല്പങ്ങളുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഒന്നാമത്തത് ദേവതീർത്ഥം.
ദേവതീർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന് പൂക്കൾ അർപ്പിക്കുക, പൂജ ചെയ്യുക, ഇതൊക്കെ ദേവ തീർത്ഥമാണ്. കാര്യം ദേവനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മൾ ശുദ്ധമാകുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഭഗവാന് പൂക്കൾ അർപ്പിക്കുന്നതും ഭഗവാനെ പൂജിക്കുന്നതും ഒക്കെ ദേവതീർത്ഥമാണ്. അത് ചെയ്യേണ്ടത് എങ്ങനെയാ? നമ്മുടെ ഈ വിരൽത്തുമ്പിലൂടെയാണ്. നമ്മൾ പൂക്കൾ ഇങ്ങനെയല്ലേ അർപ്പിക്കുന്നത്? അതോ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇടുവോ? ഇല്ല, നമ്മൾ ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? ആ കൈകളുടെ വിരൽത്തുമ്പിലൂടെ. കാരണം 5 ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രതീകമാണ് കൈകൾ, പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ടാണ്. 5 ഇന്ദ്രിയങ്ങൾ, എൻ്റെ 5 ഇന്ദ്രിയങ്ങളും ഭഗവാനെ നിന്നിലേക്ക് ചേരുന്നു എന്ന സങ്കല്പത്തോടു കൂടി നമ്മുടെ ഈ വിരൽത്തുമ്പിലൂടെയാണ് നമ്മൾ ഭഗവാനിലേക്ക് തീർത്ഥം കൊടുക്കുന്നത്, അഭിഷേകം ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. അതാണ് ദേവതീർത്ഥം. രണ്ടാമത്തത് ഗുരുതീർത്ഥമാണ്. ഗുരുതീർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ഗുരുതീർത്ഥം എന്ന് പറഞ്ഞാൽ ഗുരുവിന് ദക്ഷിണ കൊടുക്കുന്നതാണ് ഗുരുതീർത്ഥം. ദക്ഷിണ കൊടുക്കുന്നതിലൂടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. മനസ്സിലായില്ലേ? ഗുരുവിന്റെ കടാക്ഷം നമ്മളിലേക്ക് വന്ന് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നതിന് ഗുരുവിലേക്ക് നമ്മൾ അങ്ങോട്ട് എല്ലാം ഇങ്ങോട്ട് വാങ്ങുന്നത് മാത്രമല്ല തീർത്ഥം. മനസ്സിലായോ? അങ്ങോട്ട് കൊടുക്കുന്നത് തീർത്ഥമാണ്. അപ്പോൾ അവിടെ ഗുരുവിന് സമർപ്പിക്കുന്ന ദക്ഷിണയാണ് ഗുരുതീർത്ഥം. അത് സമർപ്പിക്കുന്ന ഏതിലൂടെയാണ്? നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗത്തൂടെയാണ്. മനസ്സിലായില്ലേ? കാരണം എന്താ? നമ്മൾ ഇങ്ങനെ കയ്യിലേക്ക് വെക്കുന്ന ദക്ഷിണ ഈ കൈയുടെ അടിഭാഗം തുറന്ന് ഇങ്ങനെയല്ലേ കൊടുക്കുന്നത്? ആണോ? ആ കൈകളിലേക്ക്. അപ്പം ഈ ഭാഗത്തൂടെയാണ് ഇങ്ങനെ തുറന്ന് അവിടെ കൊടുത്ത് മുകൾ ഭാഗം അടച്ച് നമ്മൾ എടുത്ത് തൊഴും, ഇല്ലേ? അതാണ് ഗുരുതീർത്ഥം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പിതൃതീർത്ഥമാണ്. പിതൃതീർത്ഥം എന്തിനെയാണ് കൊടുക്കേണ്ടത്? പിതൃതീർത്ഥം എപ്പോഴാണ്? നമ്മൾ മരണാനന്തര കർമ്മം, ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിതൃതീർത്ഥം കൊടുക്കുന്നത്. എങ്ങനെയാ? നമ്മുടെ ചൂണ്ടുവിരലിനും പെരുവിരലിനും മധ്യഭാഗത്തു കൂടി ചൂണ്ടുവിരലിലൂടെ ഒഴുകി വരുന്നത് കണക്ക് കൈകൾ തിരിച്ച്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ ഈ മരണത്തിൽ കഴിയുന്ന സമയത്ത് നമ്മൾ ഈ ബലിതർപ്പണമൊക്കെ ചെയ്യുമ്പോൾ തീർത്ഥം ഒഴിക്കേണ്ടത് ഇങ്ങനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഭാഗത്തൂടെ. അപ്പൊ ഇതിലൂടെ ദേവതീർത്ഥം, ഇതിലൂടെ ഗുരുതീർത്ഥം, ഇതിലൂടെ പിതൃതീർത്ഥം. ഇനി നമ്മൾ തീർത്ഥം സേവിക്കുന്നത് എങ്ങനെയാ? അത് ആ തീർത്ഥത്തിന് ആത്മതീർത്ഥമാണ്. അതെപ്പോഴും ഇതിലൂടെയാണ്. അപ്പൊ നമ്മളൊക്കെ ചിലർ അമ്പലത്തിൽ പോയി ഇങ്ങനെ വാങ്ങിയിട്ടൊക്കെ കുടിക്കും. അവരുടെ ധാരണ എന്നറിയോ? ഒരു തുള്ളി കൂടി നിലത്ത് പോകാതെ വയറ് നിറയണം. മനസ്സിലായില്ലേ? അങ്ങനെയല്ല തീർത്ഥം. ഒരു തുള്ളി നാവിന് വീണാൽ ബാക്കിയൊക്കെ ദേഹത്തോ തറയിലോ ഒന്നും വീണോണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഇതിലൂടെയാണ് ആ തീർത്ഥം. കാരണം നമ്മുടെ ഈ ആയുർരേഖ എന്ന് പറഞ്ഞൊരു രേഖയുണ്ട് കയ്യിൽ. മനസ്സിലായില്ലേ? ആ രേഖയുടെ ഭാഗത്തൂടെ ഈ ഭാഗത്തൂടെ ഒഴുകി വീഴണം. അത് കൈ നല്ലതുപോലെ ഉയർത്തി വാ തുറന്ന് നാക്ക് പുറത്തോട്ട് നീട്ടി നാവിലാണ് തീർത്ഥം വീഴേണ്ടത്, വായിലല്ല. വായിൽ തീർത്ഥം ഒഴിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ചുണ്ടി തട്ടുന്നത്. നാവിൽ തീർത്ഥം വീണം. നാവ് നല്ലതുപോലെ പതിനാളിയൊക്കെ നീട്ടുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ നീട്ടിയാൽ നാവിനകത്തേക്ക് തീർത്ഥം വീണാൽ ആ നിമിഷം കൊണ്ട് ആ തീർത്ഥത്തിന്റെ ചൈതന്യം നമ്മുടെ ശിരസിൽ മുഴുവൻ അത് വ്യാപിക്കും. കാരണം ജാഗ്രത ഭാവമാണ് നാവ് നീട്ടുക. അതാണ് ഭദ്രകാളി നാവ് നീട്ടി നിൽക്കുന്ന സങ്കല്പം. ജാഗ്രതാണ്. ശക്തിയുടെ പ്രതീകം. ഉറങ്ങിക്കിടക്കലാണോ? ആലസ്യത്തിൽ കിടക്കലാണോ? അല്ല, ജാഗ്രതാണ്. മനസ്സിലായില്ലേ? ഉണരുക. അതാണ് ജാഗ്രത വാക്കിന്റെ അർത്ഥം. ജാഗ്രത ഭാവ സ്വരൂപിണിയാണ് ആര്? ഭദ്ര. അതുകൊണ്ടാണ് ഭദ്രത്തെയും സങ്കല്പിക്കുന്ന ഭദ്രവാക്ക് നമ്മളെ ഭദ്രകാളി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ആ ദേവിയുടെ തത്വത്തിൽ നോക്കുമ്പോൾ വിഗ്രഹത്തിൽ നമ്മളെന്ത് കാണുന്നത്? നാവ് നീട്ടി നിൽക്കുന്ന കാണും. അങ്ങനെ ഓരോ ദേവസങ്കല്പങ്ങളും ഓരോ പ്രതീകമുണ്ട്. അപ്പൊ ഇത്തരത്തിലാണ് തീർത്ഥം സേവിക്കേണ്ടത്. ഇനി നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഈ തീർത്ഥത്തിനോടൊപ്പം ചേർത്തിട്ട് പുഷ്പം തരാറില്ലേ? നമുക്ക് പ്രസാദം തരുമ്പോൾ എന്തിനാണ് ഈ പുഷ്പം തരുന്നത്? നമ്മൾ അങ്ങോട്ട് ഒത്തിരി പൂ കൊടുക്കുന്നുണ്ട്. തിരുമേനി ഇച്ചിരി പൂ നമുക്ക് സ്നേഹത്തോടെ തരുന്നത്. അങ്ങനെയാണോ? എന്തിനാ ഈ പൂ തരുന്നത്? എന്തിനാ? എന്തിനാണ്? ഇന്ന് വരെ നമ്മൾ അമ്പലത്തിലെ തിരുമേനിയോട് ചോദിച്ചിട്ടുണ്ടോ? തിരുമേനി എന്തിനാ ഈ പൂ ഇങ്ങോട്ട് തിരിച്ചു തരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഞങ്ങളാണ് ചോദിച്ച ദോഷം കിട്ടുന്നുള്ള പേടിയുണ്ടോ? ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഭയമാണ്. അങ്ങനെ ചോദിക്കരുത്, ദോഷമാണ്, അല്ലേ? നമ്മുടെ വീട്ടിലെ കുട്ടികളായിട്ട് അമ്പലത്തിൽ പോകുന്ന ചില അച്ഛനമ്മമാരെ കണ്ടിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞു ചോദിക്കും, അമ്മ അതെന്താ അമ്മ അങ്ങനെ ഇരിക്കുന്നത്? ആ ദൈവം എന്തിനാ അമ്മ ഇങ്ങനെ ഈ എലിയുടെ പുറത്ത് കയറി പോകുന്നത്? ആ തലയുടെ ആനയുടെ തലയും വെച്ചുകൊണ്ട് ദൈവം ഉണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കുഞ്ഞിനെ തലക്കൊരടിയങ്ങ് കൊടുക്കും. കൊച്ചുവായിലാന്നുള്ള വലിയ വർത്താനം പറയാൻ ദോഷം കിട്ടൂടാ, അങ്ങനെ ചോദിക്കരുത് കേട്ടോ. ആ കുഞ്ഞിന്റെ മനസ്സിൽ പേടി കൊടുത്തു. പിന്നെ ജീവിതത്തിൽ അവൻ ചോദിക്കത്തതുമില്ല, ശരിയായിട്ടുള്ള ഉത്തരം അവൻ നേടത്തതും ഇല്ല. നമുക്കറിയുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അറിയില്ലെങ്കിൽ അറിവുള്ള ആരെയോടെങ്കിലും ചോദിച്ചിട്ട് കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുക. അറിയാനുള്ള ആകാംക്ഷയും ഒരിക്കലും നമ്മൾ തല്ലിക്കെടുത്തരുത്. മനസ്സിലായില്ലേ? ചോദിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. തെറ്റായാലും ശരിയായാലും
മനസ്സിൻ്റെ ഉള്ളിൽ വെക്കാതെ തുറന്നു ചോദിച്ചാലല്ലേ നമുക്ക് തെറ്റാണെങ്കിൽ തിരുത്താനും ശരിയാണെങ്കിൽ അത് ശരിയെന്ന് അംഗീകരിക്കാനും പറ്റൂ, അല്ലേ? ഇന്ന് ആ പ്രക്രിയ നടക്കുന്നുണ്ടോ? ഉണ്ടോ? ഒരിക്കലും കുട്ടികളെ അവർ ചോദിക്കുന്നത് ചോദിക്കാതെ തടയരുത്. അവിടെ ദൈവത്തിന് ദോഷം തരുമെന്നൊന്നും പറയാം. ഒരു ദൈവവും നമുക്ക് ദോഷം തരുന്നതല്ല. മനസ്സിലായില്ലേ? ഈ ദൈവം ദോഷം തരുന്നതാണെന്ന് വിചാരിക്കുന്നതാണ് ദൈവദോഷം. ശരിയായ നിലയിൽ ഈശ്വരനെ അറിയാത്തപ്പോഴാണ് നമ്മൾ ദൈവം ദോഷം തരുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഭയക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഭഗവാനെ ഭയക്കരുന്ന ആദ്യത്തെ ദിവസം നമ്മൾ പറഞ്ഞു, ഓർമ്മയുണ്ടോ? എന്താ ഭഗവാനെ ഭയക്കരുതെന്ന് പറഞ്ഞതിന്റെ കാരണം? ഭഗവാനോട് ഉണ്ടാകേണ്ടത് ഭക്തിയാണ്, അല്ലേ? ഭക്തിയുടെ നിർവചനം ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എന്തായിരുന്നു ഗോപികമാരുടെ ഭക്തിയുടെ നിർവചനം? പറഞ്ഞ എന്താ? പരമമായ പ്രേമമാണ് ഭക്തി, പരമമായ സ്നേഹമാണ് ഭക്തി. സ്നേഹത്തിൽ ഭയത്തിന്റെ ആവശ്യമുണ്ടോ? മനസ്സിലായില്ലേ? ഭയം വന്നാൽ അവിടെ സ്നേഹം നഷ്ടപ്പെട്ടു. ഭഗവാനോട് വേണ്ടത് ബഹുമാനവും ആദരവും സ്നേഹവുമാണ്. മനസ്സിലായില്ലേ? ഇതേ വികാരം തന്നെയാണ് നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയോടും ഉണ്ടാവേണ്ടത്, ഭയമല്ല. മക്കൾ അച്ഛനും അമ്മയും ഭയക്കണോ, സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. ഏതാ വേണ്ടത്? ചില അച്ഛനമ്മമാർ തന്നെ തെറ്റായ രീതിയിലാ മക്കളെന്ന് പറയാറുണ്ട്. എന്നെ അവന് ഭയങ്കര പേടിയാ. എപ്പ വരെയാ? അവൻ വളരുന്നത് വരെ കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അവൻ പിന്നെ അച്ഛനെ അമ്മയും വളർത്തി പിടിച്ചു. മനസ്സിലായില്ലേ? പേടിക്കേണ്ട കാര്യം കഴിഞ്ഞാൽ. പക്ഷേ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനുമാണ് നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നതെങ്കിൽ ജീവിതകാലം മുഴുവൻ അവരത് നിലനിർത്തും, ഇല്ലേ? പേടിക്കൊരു നിശ്ചിത സമയം വരെ ഒരാളെ ഭയപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. അപ്പം ഭഗവാനോട് നിശ്ചിത കാലം വരെ ഉണ്ടാകേണ്ട വികാരമാണോ ഭക്തി? ആണോ? അല്ല. എല്ലാ കാലത്തും ഉണ്ടാകേണ്ടതാണ്. എല്ലാ കാലത്തും ഉണ്ടാകേണ്ടത് സദ്ഗുണങ്ങളാണ്. ആ സദ്ഗുണമാണ് സ്നേഹം, ബഹുമാനം, ആദരവ്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ഭയം എന്നത് ദുർഗുണമാണ്. എങ്ങനെയാണ് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ചിന്തിക്കാം. ഒരു നല്ലതുപോലെ ഒരു കുട്ടി പഠിച്ച് പരീക്ഷ എഴുതാൻ പോവുകയാണ്. പരീക്ഷയുടെ കാലത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. 45 ചോദ്യത്തിന്റെ ഉത്തരം ആ കുട്ടിക്ക് അറിയാം. 5 ചോദ്യത്തിന്റെ ഉത്തരം അറിയില്ല. 5 അറിയില്ല എന്നൊരു പേടി വന്നാൽ പഠിച്ച 45 ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ചിലതും കൂടി മറന്നു പോവില്ലേ? ആ പേടി കൊണ്ട് പോത്തില്ലയോ? അപ്പൊ ആ കുട്ടിക്ക് ആ പഠിച്ച 45 ചോദ്യത്തിന്റെ ഉത്തരം എഴുതി അത്രയും മാർക്ക് നേടാൻ പറ്റിയോ? പറ്റിയില്ല. ആ കുട്ടി അവിടെ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഭയം വന്നതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? നല്ലതുപോലെ പാടുന്ന ഒരു കുട്ടി ഇപ്പൊ ഈ വേദിയിൽ വന്നിരുന്നൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും നോക്കുമ്പോൾ ഒരു ഭയം വന്നു. ആ കുട്ടിക്ക് പിന്നെ നല്ലതുപോലെ പാടാൻ പറ്റുമോ? ആ കുട്ടിയെ പരാജയപ്പെടുത്തിയത് എന്താ? ഭയമാണ്. നല്ലതുപോലെ ഡാൻസ് പഠിച്ച ഒരു കുട്ടിക്ക് ഒരു വേദിയിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ വെച്ചിട്ട് അത് കളിക്കാൻ മുമ്പിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ ഉണ്ട കണ്ണൊക്കെ ഉരുട്ടി നോക്കുന്നവരെ കണ്ടപ്പോൾ ഭയം വന്നു. അതിന് പിന്നെ കളിക്കാൻ പറ്റുമോ? പറഞ്ഞു മനസ്സിലായില്ലേ? ഇനി നല്ലതുപോലെ ഒരു ഇന്റർവ്യൂവിന് നല്ല ടാലന്റ് ഉള്ള ഒരു കുട്ടി ഇന്റർവ്യൂവിന് തയ്യാറായി പോവുക. ഇന്റർവ്യൂ ബോർഡിൽ ചെന്ന് ഡയസിലിരിക്കുന്നവരെ കണ്ടപ്പോൾ ഉള്ളിലൊരു ഭയം വന്നു. ആത്മവിശ്വാസത്തോടെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ? പറ്റില്ല. എന്താ കാരണം? ഉള്ളിലെ ഭയം വേട്ടയാടി. ഇനി സ്പോർട്സിലേക്ക് നമ്മൾ എടുത്തു നോക്കേ. ഒരു ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന ഒരു ടീമിൽ പെടുന്ന നല്ല കളിക്കാരനായ ഒരു കുട്ടിക്ക് എതിർ ടീമിലെ ഹടാകടിയന്മാരെ കണ്ടപ്പോൾ ഉള്ളിൽ ഒരു പേടി വന്നു. അവന് പിന്നെ നല്ലതുപോലെ കളിക്കാൻ സാധിക്കുമോ? അവിടെ സാധിക്കുമോ? സാധിക്കില്ല. എന്താ കാരണം? ഭയം. അപ്പോൾ ഈ ഭയം ഒരു വ്യക്തിയിലുള്ള ഇത്രയും ഗുണങ്ങളെ ഇല്ലാതാക്കുന്നതെന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയത്? അല്ലേ? ആണോ അല്ലയോ? അപ്പൊ ഇതുപോലെയാണ് ഭയം. ഭയം ജീവിതത്തിലെ നല്ല ഗുണങ്ങളെ ഇല്ലാതാക്കും. അപ്പൊ ഭഗവാനോട് നമുക്ക് ഭയം ആവശ്യമുണ്ടോ? ഉണ്ടോ? ഒരിക്കലും ആവശ്യമില്ല. ദൈവഭയം എന്നത് ഹിന്ദുവിന്റെ ശാസ്ത്രത്തിലില്ല. ഇവിടെ സ്കൂളിലെ ഉദാഹരണം, പണ്ട് കളിക്കുന്ന ഉദാഹരണം വേറെയല്ലേ, ഈശ്വരൻ വേറെയല്ലേ എന്ന് ചിലപ്പോൾ അടുത്ത വാദം വരാം. നമ്മൾ അങ്ങനെയാണല്ലോ, ഒന്നിനെ ചാടിയാൽ അടുത്തത് കയറി പിടിക്കും. മനസ്സിലായില്ലേ? കാരണം ഈ ചാടി പിടിക്കാൻ മിടുക്കന്മാരാണ്. നമ്മുടെ പൂർവികന്മാരാരാ? ചാടി പിടിക്കുന്ന ആൾക്കാരായിരുന്നല്ലോ. ഒരു ജില്ലയിൽ ചാടി അടുത്ത ജില്ലയിൽ ചാടുന്നവരായിരുന്നു. അതുകൊണ്ട് നമ്മളൊന്നും ഈ ചാടി പിടിക്കുന്ന സ്വഭാവം നമുക്കുള്ളവരാ. പക്ഷെ നമ്മൾ ചിന്തിക്കുക, ഇവിടെ ഈ ഭയം എന്ന വികാരം ഹിന്ദുവിന്റെ ശാസ്ത്രത്തിൽ തെറ്റാണ് എന്ന് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ. ഇവിടെയാണ് നമ്മുടെ ശാസ്ത്രം പഠിക്കാത്തത് കൊണ്ട് നമുക്കുണ്ടായിരിക്കുന്ന പരാജയവും അപജയങ്ങളെയും നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയണം.
മനസ്സിലായില്ലേ? ഹിന്ദു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത്, ഏറ്റവും വലിയ അപകടം, നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ സമൂഹവും നശിക്കുന്നതിൻ്റെ മൂല കാരണം നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ധാർമ്മികമായി അറിയേണ്ട ജീവിത മൂല്യങ്ങളും ആ അറിവും നേടുന്നതിൽ ഹിന്ദു സമൂഹം ഇന്ന് വളരെ പുറകില. ശരിയല്ലേ? ആണോ അല്ലയോ? നമ്മൾ ആലോചിച്ച് നോക്കുക. നിലവിളക്ക് എന്തിനാണ് കത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് കത്തിക്കുന്നതുകൊണ്ട് എന്താ പുണ്യം ചോദിക്കുന്ന കുഞ്ഞിനോട് അങ്ങനല്ല, ഇതുകൊണ്ടാണ് കത്തിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് മാതാപിതാക്കൾക്ക് അറിയില്ല. ഇന്നത് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ഇങ്ങനെ ഒരു സമ്പ്രദായമില്ലാത്ത ഏക സമൂഹമായിട്ട് മാറിയിട്ടുള്ളതാരാ? ഹിന്ദുക്കളാണ്. ഇനി നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് നടന്ന ഒരു പഠനത്തെക്കുറിച്ച് കൂടി പറയാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവും. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു IPS ഉദ്യോഗസ്ഥനുണ്ട്, സിബി മാത്യൂസ് എന്നാണ് പേര്. നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിലെ IPS നേടിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഡോക്ടറേറ്റ് നേടി PhD എടുത്തു. ഡോക്ടർ സിബി മാത്യൂസ് ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹം തന്റെ PhDക്ക് പഠനത്തിന് വേണ്ടി, ഗവേഷണത്തിന് വേണ്ടി എടുത്ത വിഷയം കേരളത്തിന്റെ സാമൂഹികമായി നേരിടുന്ന പ്രശ്നങ്ങളാണ്. മനസ്സിലായില്ലേ? കാരണം അദ്ദേഹം കേരളത്തിൽ അനവധി വർഷങ്ങളായി കമ്മീഷണറായിട്ടും ID ആയിട്ടും ഒക്കെ ഇരിക്കുന്ന ആളായതുകൊണ്ട് ആ സമൂഹത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം പഠന വിഷയമായി എടുത്തത് കേരളത്തിന് നേരിടുന്ന പ്രതിസന്ധി വിഷയങ്ങളെ കുറിച്ചിട്ടാണ്. അദ്ദേഹം റിസർച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പഠന വിഷയമാക്കി തീരുമാനിച്ച തീസസ്. അങ്ങനെ എടുത്തിട്ട് അദ്ദേഹം പഠന വിഷയമാക്കിയ, അദ്ദേഹം പഠിച്ച് ആ പ്രബന്ധം അവതരിപ്പിച്ച് ഡോക്ടറേറ്റ് നേടിയ വിഷയങ്ങളെ അദ്ദേഹം പിന്നീട് ഒരു പുസ്തകമാക്കി എഴുതി. ആ പുസ്തകം DC ബുക്സ് എന്ന് പറയുന്ന പുസ്തകം വഴി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരും വേണമെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? മലയാളി ഇങ്ങനെയും മരിക്കണം. കേരളത്തിലെ മലയാളികളുടെ ദൗർബല്യങ്ങളെ കുറിച്ചും നാശത്തിന്റെ കാരണങ്ങളെ കുറിച്ചുമാണ് അദ്ദേഹം റിസർച്ച് ചെയ്തത്. അതിനകത്ത് അദ്ദേഹം ഒരു അധ്യായത്തില് 3 പ്രധാന ഘടകങ്ങളെ എടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അതിലെ ഒന്ന് വിവാഹമോചനമാണ്, രണ്ടാമത്തത് ആത്മഹത്യയാണ്, മൂന്നാമത്തത് മദ്യലഹരി ഉപയോഗങ്ങളും ആണ്. ഈ 3 കാര്യങ്ങളിലൂടെ കേരളത്തിലെ മലയാളി നേരിടുന്ന പ്രതിസന്ധികളെയാണ് ഒരു അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. വേറെ ചില അധ്യായത്തിൽ തൊഴിലില്ലായ്മയുണ്ട്, വേറെ ചില അധ്യായത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള വസ്തുതകളുണ്ട്, വേറെ ചില അധ്യായത്തിൽ കാർഷിക തകർച്ചകളുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. മനസ്സിലായില്ലേ? അതിലെ ഒരധ്യായത്തിൽ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മൂല്യശോഷണമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തതിൽ ഒരധ്യായം ഈ 3 വിഷയത്തെ കുറിച്ചിട്ടാണ്. ഒന്ന് നമ്മുടെ വിവാഹമോചനം, രണ്ടാമത്തത് ആത്മഹത്യ, മൂന്നാമത്തത് എന്ന് പറയുന്നത് ലഹരി ഉപയോഗത്തിന്റെ അളവ്. ഇത് 3ഉം ഒരു 15 വർഷത്തെ ചാർട്ട് സഹിതം തയ്യാറാക്കി കോളം വരച്ച് ആ കോളത്തിൽ ഓരോ വർഷവും ഉണ്ടായിരിക്കുന്ന ആത്മഹത്യ എത്ര, ഇനി അതിനകത്ത് ഒരു പ്രത്യേക കാര്യം കൂടി ചെയ്തു. ഈ ആത്മഹത്യ ചെയ്തതിൽ ഹിന്ദു എത്ര, ക്രിസ്ത്യാനി എത്ര, മുസ്ലിം എത്ര തരംതിരിച്ചിട്ടാണ് എഴുതിയേക്കുന്നത്. മനസ്സിലായില്ലേ? വിവാഹമോചനം നേടുന്നതിൽ ഹിന്ദു എത്ര, ക്രിസ്ത്യാനി എത്ര, മുസ്ലിം എത്ര, ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ തരംതിരിച്ച് 15 വർഷത്തെ ചാർട്ട് വെച്ച് തയ്യാറാക്കി. ഈ ചാർട്ട് തയ്യാറാക്കി അവതരിപ്പിച്ചിട്ട് അതിന്റെ താഴെയായിട്ട് അദ്ദേഹത്തിന്റെ പഠനക്കുറിപ്പ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഇതിനകത്ത് ഈ മദ്യപാന ലഹരിയിലേക്ക് പോയി ജീവിതം തകർന്നു പോകുന്നതിൽ ഏതാണ്ട് 82% ഹിന്ദുക്കളാണ്. മനസ്സിലായില്ലേ? 100 പേരെ എടുത്താൽ 82% മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് ജീവിതം നശിച്ച്, ആരോഗ്യം നശിച്ച്, മനോരോഗികളായി തെരുവിൽ അലയുന്നവരും തെരുവിന്റെ കടത്തിണ്ണയിൽ കിടക്കുന്നവരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 82% ഹിന്ദുക്കളാണ്. ബാക്കി 18% ഉള്ളൂ മറ്റു വിഭാഗത്തിൽ ഉള്ളവര്. ചില ഓവർ മദ്യപാനികൾ, ജീവിതം തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥയിൽ അടിമപ്പെട്ടവർ. ഇത് ശരിയല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മളെ ചുറ്റുവട്ടം എടുത്താൽ മതി, മനസ്സിലാവുമല്ലോ. ശരിയല്ലേ? ഇതാണ് ഒരു ചിത്രം. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നു, വിവാഹമോചനം നേടുന്നതിൽ അതിനകത്തും ഏതാണ്ട് 76% ഹിന്ദുക്കളാണ്. മനസ്സിലായോ? കാരണം 76% ഹിന്ദുക്കളാണ് വിവാഹമോചനം നേടുന്നതിൽ അടിച്ചു പിരിയുന്നത്. ഇപ്പൊ അതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ ഏതാണ്ട് 20-24% ഉള്ളൂ ആ അവസ്ഥയിലേക്ക് എത്തുന്നവർ.
കേരളത്തിലെയാണ് ഞാൻ പറയുന്നത്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞ ആത്മഹത്യ ചെയ്യുന്നതിൽ, മനസ്സിലായില്ലേ, ആത്മഹത്യ ചെയ്യുന്നതിൽ 86% ഹിന്ദുക്കളാണ്. ബാക്കി 14% ഉള്ളൂ മറ്റ് 2 വിഭാഗത്തിൽപ്പെടുന്നവരും പെടുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ കാരണത്തെ കുറിച്ചിട്ട് ഏറ്റവും അടുപ്പിൽ എഴുതിയിരിക്കുന്നതാണ് അതിനേക്കാൾ രസം. അദ്ദേഹം പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റ് 2 മതവിഭാഗത്തിൽപ്പെട്ടവർക്കും അവരുടെ കുട്ടിക്കാലം മുതൽ തന്നെ അവർക്ക് ധാർമ്മികമായി അവരുടെ ജീവിതത്തെ ഉയർത്താൻ ആവശ്യമായ വിദ്യാഭ്യാസം മദ്രസ വഴിയും പള്ളി വഴിയും ലഭിക്കുന്നുണ്ട്. ഹിന്ദുവിന് അത്തരമൊരു ശീലം പണ്ടുണ്ടായിരുന്നു, ഇപ്പോ ഇല്ല. മനസ്സിലായില്ലേ? ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള അറിവ് പകരുന്ന വഴികൾ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു. ഇത് ശരിയല്ലേ? ഇത് പറഞ്ഞത് ഒരു IPS ഉദ്യോഗസ്ഥനാണ്, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ല. അയാൾ ഡോക്ടറേറ്റ് എടുത്ത വിഷയമാണ്, ആ റിസർച്ചായിട്ടുള്ള പുസ്തകമാണ്. അത് കൂടാതെ ഇത് വേറൊരു ഹിന്ദുവാണ് പറയുന്നതെങ്കിൽ പറയുന്നത് വേറെ ഉദ്ദേശം. ഇത് പറഞ്ഞത് ഒരു ക്രിസ്തീയ മതത്തിൽ ജനിച്ച ആളാണ്. വളരെ കൃത്യമാണ്. നമ്മൾ സസൂക്ഷ്മം പരിശോധിച്ചാൽ ഹിന്ദു ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ കുറവ് ധാർമ്മിക വിദ്യാഭ്യാസം ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരിക്കലും നമ്മൾ നമ്മുടെ ധാർമ്മികമായ വിഷയത്തെ പഠിക്കുന്നതിന് മാറി നിൽക്കരുത്. ജീവിതത്തിൽ മറ്റ് വിദ്യാഭ്യാസത്തിനോടൊപ്പം മൂല്യമുള്ള അറിവുള്ള, മനസ്സിലായില്ലേ, നല്ല വ്യക്തികളായി മാറുന്ന മക്കളെ ജനിപ്പിക്കാനും വളർത്താനും നമ്മൾ തയ്യാറാവണം. അതുകൊണ്ട് നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ അടിയന്തരമായി, ക്ഷേത്രങ്ങളിലും സമുദായങ്ങളിലും അല്ലെങ്കിൽ നാട്ടിലും ഒക്കെ അടിയന്തരമായി ജീവിത മൂല്യങ്ങൾ പഠിപ്പിക്കാൻ, മന്ത്രവും പൂജയും ഒന്നും പഠിപ്പിക്കണമെന്നില്ല, ജീവിതത്തിൽ എന്തൊക്കെ നല്ല ഗുണങ്ങൾ ഉണ്ടാകണമെന്ന്, നല്ല സ്വഭാവങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തണമെന്ന് പഠിപ്പിക്കാൻ ആവശ്യമായ, ജീവിത മൂല്യങ്ങൾ പഠിപ്പിക്കാൻ ആവശ്യമായ പദ്ധതികൾ ഉണ്ടാകണം. ഇതാ ഹിന്ദു സമൂഹത്തിന് അനിവാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ശരി, ഇവിടെ പറഞ്ഞതിലേക്ക് വരാം. ഇവിടെ നമ്മുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളുടെ അജ്ഞാനം കൊണ്ടാണ് ഈ ദൈവഭയമൊക്കെ നമ്മളെ കടന്നുകൂടിയതെന്ന് സൂചിപ്പിച്ചു, അല്ലേ? ഇനി ഇതിന് ഈ ദൈവഭയം വേണ്ട എന്ന് പറയുന്നതിന് എന്തെങ്കിലും പ്രമാണമുണ്ടോ? പ്രമാണം വെച്ച തെളിവ്, അടിസ്ഥാനം ഉണ്ടോ നമ്മൾ ചിന്തിച്ചാൽ, ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്ന സമയത്ത്, അർജുനനെ ഉപദേശിക്കുന്ന വേളയിൽ 16-ാമത്തെ അധ്യായം, മനസ്സിലായില്ലേ, ആ ഭഗവത്ഗീതയുടെ 16-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 3 ശ്ലോകം ഏറ്റവും കുറഞ്ഞത്. 700 ശ്ലോകമുണ്ട് ഭഗവത്ഗീതയിൽ. ഈ 700 ശ്ലോകവും പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇന്നത്തെ നമ്മുടെ യുവതലമുറയെ ഈ 3 ശ്ലോകമെങ്കിലും പഠിപ്പിക്കുക. അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ അച്ഛനും അമ്മമാരും തയ്യാറാവുക. അവിടെ ഭഗവാൻ ദൈവീക സമ്പത്ത് എന്നൊരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് സമ്പത്ത് എന്തിനാണ്? ജീവിക്കാൻ ആവശ്യമായി സമ്പത്ത് വേണം, അല്ലേ? ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? സമ്പത്ത് വേണം. ഇപ്പൊ നമ്മൾ സമ്പത്ത് എന്ന് വിചാരിച്ചിരിക്കുന്നത് എന്തിനാ മാത്രമാണ്? ഇപ്പൊ നമ്മൾ സമ്പത്ത് എന്ന് വിചാരിച്ചിരിക്കുന്നത് എന്തിനെ അടിസ്ഥാനമാണ്? പണമാണ്. പണം കൊണ്ട് വാങ്ങിയതൊക്കെ സമ്പത്ത്, അല്ലേ? വസ്തു വാങ്ങിയാൽ അത് സമ്പത്ത്, കാറ് വാങ്ങിയ സമ്പത്ത്, വീട് വെച്ച സമ്പത്ത്, സ്വർണം വാങ്ങിയ സമ്പത്ത് ആണോ അല്ലയോ? പണം കൊണ്ട് നേടുന്നത് മാത്രമാണ് സമ്പത്ത് എന്ന് ധരിച്ച നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത മൂല്യങ്ങൾ തകർന്നുപോയി. മനുഷ്യൻ മൃഗത്തിന് തുല്യമായി മാറി. ആ പണത്തിന് വേണ്ടിയും ആ പണം കൊണ്ടുണ്ടാകുന്ന സമ്പത്തിന് വേണ്ടി ഏറ്റവും വേണ്ടപ്പെട്ടവരെ പോലും നശിപ്പിക്കുന്നതിന് മടിയില്ലാത്ത മൃഗതുല്യമായി അച്ഛനെ അമ്മയെ വേണമെങ്കിലും പണത്തിന് വേണ്ടി കൊല്ലുന്നവരായി ആരും മാറിയില്ലേ? നമ്മുടെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ വാർത്തകൾ എടുക്കും നമുക്ക് കാണാൻ സാധിക്കും. വളരെ കുഞ്ഞുനാളിൽ ഓമനിച്ച് കയ്യിലെടുത്ത് കൊണ്ടു നടന്ന് അമ്മയെപ്പോലെ ഒരുപക്ഷെ അതിന്റെ അപ്പുറവും വാത്സല്യം ചൊരിഞ്ഞ മുത്തശ്ശിയുടെ കഴുത്ത് വരെ ഞെരിച്ചു കൊന്നിട്ട് അരപ്പവന്റെ മാല അടിച്ചുകൊണ്ട് പോകുന്ന മക്കളുടെ കഥയിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ശരിയല്ലേ? ആണോ അല്ലയോ? കാരണം എന്താ? പണം മാത്രമാണ് സമ്പത്ത്, ഐശ്വര്യം എന്ന തെറ്റായ ഒരു, അത് വേണ്ടെന്നല്ല, അത് വേണം. ജീവിതത്തിന്റെ വ്യവഹാരത്തിന് ആവശ്യമായ നിലയിൽ അത് വേണം. പക്ഷെ അത് മാത്രമാണ് എന്ന് ചിന്തിക്കരുത്. ഇവിടെയാണ് ഭഗവാൻ പറയുന്നു ദൈവീക സമ്പത്ത്. മനസ്സിലായില്ലേ? ദൈവികമായ സമ്പത്തുണ്ട്. ആ സമ്പത്തുകളെ കുറിച്ച് ഭഗവാൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദൈവിക സമ്പത്തായി നമ്മൾ ആർജിക്കേണ്ടത് 26 സമ്പത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ ദൈവിക സമ്പത്ത് അല്ലാത്ത സമ്പത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വേണം. സാമൂഹികമായ സമ്പത്ത്. സാമൂഹികമായ സമ്പത്ത് എന്താണെന്ന് ആദ്യം ഒന്ന് ചർച്ച ചെയ്യാം. 3 തരം സമ്പത്തുണ്ട്. ഒന്ന് ആസുരിക സമ്പത്തുണ്ട്, മനസ്സിലായില്ലേ?
2 സാമൂഹികമായ സമ്പത്തുണ്ട്. 3 ദൈവിക സമ്പത്ത്. ആസുരികമായ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം എന്റേതാവണം എന്ന് പറഞ്ഞുകൊണ്ട് പണവും അതിന്റെ പ്രതാപവും കൊണ്ട് അഹങ്കരിച്ച് നേടുന്നതെല്ലാം ആസുരിക സമ്പത്ത്. അസുരന്മാരുടെ സ്വഭാവം അങ്ങനല്ലേ? ആണോ അല്ലയോ? മനസ്സിലായില്ലേ? അല്ല, രൂപം കൊണ്ടല്ല അവർ അസുരന്മാരാവുന്നത്, സ്വഭാവം കൊണ്ടാണ്. അതാണ് ആസുരിക സമ്പത്ത്. ഇതിൽ നിന്ന് മനുഷ്യൻ എന്ന നിലയിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് വേണം? സാമൂഹിക സമ്പത്ത് ഉൾക്കൊള്ളണം. സാമൂഹിക സമ്പത്ത് നല്ല മാതാപിതാക്കൾ സമ്പത്തല്ലേ? അല്ലേ? നല്ല മക്കള് സമ്പത്തല്ലേ? നല്ല സഹോദരനും സഹോദരി സമ്പത്തല്ലേ? നല്ല ബന്ധുക്കൾ സമ്പത്തല്ലേ? നല്ല അയൽക്കാർ സമ്പത്തല്ലേ? നല്ല വീട് സമ്പത്തല്ലേ? നല്ല ജലം കിട്ടുന്നത് സമ്പത്തല്ലേ? നല്ല സൂര്യപ്രകാശം സമ്പത്തല്ലേ? നല്ല കൂട്ടുകാർ സമ്പത്തല്ലേ? നല്ല ആരോഗ്യം സമ്പത്തല്ലേ? നല്ല ബുദ്ധി സമ്പത്തല്ലേ? ആണോ? മനസ്സിലല്ലേ? നല്ല അധ്യാപകർ സമ്പത്തല്ലേ? ഇതൊക്കെ ജീവിതത്തിന്റെ ഭൗതികമായ നിലയിലുള്ള സമ്പത്താണ്. പ്രദർശനം തീർന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള നല്ല സമ്പത്താണ് അത്തരം കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് കാണുന്നത്. സാമൂഹികമായി നമ്മുടെ ജീവിതത്തിൽ ആർജിക്കുന്ന സമ്പത്തുക്കളാണ്. ശരിയല്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നന്നായിട്ട് നമുക്ക് ഉറക്കം വരുന്നു. നല്ല കിടക്ക സമ്പത്താണ് അല്ലേ? നന്നായി ഉറങ്ങണമെങ്കിൽ നല്ലൊരു സ്ഥലത്ത് കിടന്നല്ലേ ഉറക്കം വരുത്തോളൂ. നല്ല വായു സമ്പത്താണ്. നല്ല ഭക്ഷണം കിട്ടുന്ന സമ്പത്താണ് അല്ലേ? നല്ല ഭക്ഷണം അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടിനെ ഉണ്ടാകും. നല്ല ഭക്ഷണ സമ്പത്താണ്. അപ്പൊ നല്ല സൗഹൃദങ്ങൾ സമ്പത്താണ്. ഇതൊക്കെ സമ്പത്താണ്. അത് സാമൂഹികമായി വേണ്ട സമ്പത്താണ്. ഇനി ദൈവിക സമ്പത്ത് എന്താ? ഭഗവാൻ അർജുനോട് പറയുന്ന, അർജുന, അവിടെ അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ദൈവാസുര സമ്പത്ത്. ആദ്യം ദൈവിക സമ്പത്ത് പറയും, പിന്നീട് അസുരികമായ സമ്പത്ത് പറയും. എന്നിട്ട് പറയും ആസുരികമായ സമ്പത്തിനെ വെടിഞ്ഞ് ആ അവസ്ഥയുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് ഏത് സമ്പത്ത് നേടണം? ദൈവിക സമ്പത്ത് നേടണം. അതിൽ ആദ്യത്തെ സമ്പത്തായിട്ട് ഭഗവാൻ പറയുന്നത് അഭയം. അഭയം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മലയാളത്തിൽ എടുക്കുന്ന വെച്ചാൽ ദുഃഖം വരുമ്പോൾ ചേർത്ത് നിർത്തിയിട്ട് പോട്ട് കുഴപ്പമില്ല, ഞാൻ അതാണ് അഭയം എന്നുള്ള അർത്ഥത്തിൽ എടുക്കുന്നില്ലേ? മഴ പെയ്യുമ്പോൾ ഒരു കുടം കൊടുത്താൽ അഭയം കൊടുത്തു, അല്ലെങ്കിൽ ഒരു നേരത്തേക്ക് വിളിച്ച് വീട്ടിൽ കിടത്തിയാൽ അഭയം കൊടുത്തു. അതല്ല ഇവിടെ അർത്ഥം. ഭയമില്ലാത്തത്. മനസ്സിലായില്ലേ? ഭയമില്ലാത്ത അവസ്ഥ, നിർഭയത്വം. ഭയം വന്നാൽ അതൊരു ദുർഗുണമാണ്. അപ്പൊ നിർഭയത്വം ഉണ്ടാവണം. മനസ്സിലായില്ലേ? അർജുനന് യുദ്ധം ചെയ്യാൻ ഭയം വന്നതുകൊണ്ടാണല്ലോ തളർന്നിരുന്നത്. ശരിയല്ലേ? അവിടെയാണ് ഭഗവാൻ അതിനെ മാറ്റിയെടുക്കുന്നത്. അപ്പൊ ഭയം ഉണ്ടായാൽ ജീവിതത്തിൽ എന്തുണ്ടാവില്ല? വിജയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു ഭക്തൻ ആദ്യം തന്നെ ഇല്ലാതാക്കേണ്ട ദുർഗുണം എന്താണ്? ഭയമാണ്. മനസ്സിലായോ? നിർഭയത്വം ഉണ്ടാവണം. ഭയമില്ലാതെ ഇരിക്കാനുള്ള അവസ്ഥ, ആ അവസ്ഥയാണ് ആദ്യം നേടണം. എപ്പോഴാണ് ഭയം ഇല്ലാതാക്കുന്നത്? അവിടെയാണ് ആ അർത്ഥം എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന തല്ലേടികൾ എന്ന് വിളിക്കുന്നവരല്ല ഭയമില്ലാത്തത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഭയമുള്ളത്. അവർ തല്ലേടത്തോടെ നിന്ന് ബഹളമൊക്കെ കാണിക്കും. നമ്മുടെ ഡാം വിളിച്ച് അവർ ഓടുകയും ചെയ്യും. നമ്മൾ പേടിക്കുന്നതുകൊണ്ട് വിളിക്കാതെ നമ്മൾ അവരെ പേടിക്കുന്നതുകൊണ്ടാണ് അവർ ദാതാക്കളും ഇല്ലന്മാരും ആവുന്നത്. നേരെ തിരിച്ച് നമ്മൾ നല്ലതുപോലെ ഡാം ഉറക്കം വിളിച്ചാൽ ആദ്യം ഓടുന്നവരായിരിക്കും. മനസ്സിലായില്ലേ? നമ്മളെ പേടി അവർ മുതലെടുത്താണ് നമ്മുടെ മുമ്പിൽ ആളാവുന്നത്. നമുക്ക് പേടിയില്ലെങ്കിലോ? മനസ്സിലായില്ലേ? ഒരാളും നമ്മളെ ആളാവില്ല. ഇവിടെ എപ്പോഴാണ് ഭയം ഇല്ലാതാവുന്നത് വെച്ചാൽ ജ്ഞാനമുള്ളപ്പോൾ. മനസ്സിലായില്ലേ? ജ്ഞാനം കൊണ്ട് മാത്രമേ അകലു ഭയത്തെ മാറ്റാൻ സാധിക്കും. നിർഭയത്വം. ആ നിർഭയത്വം ആദ്യത്തെ ഗുണമാണ്. അതേ തുടർന്നിട്ട് ഇങ്ങനെ വേണം. അവിടെ ഭഗവാൻ പറയുന്ന ആ 3 ശ്ലോകം മുഴുവൻ വിശദീകരിക്കാൻ 26 ഗുണങ്ങളാണ് എണ്ണി പറഞ്ഞത്. ഈ 26 ഗുണങ്ങൾ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്സും വേണ്ട, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സും വേണ്ട. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുന്ന, ഏതെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ ഭീരുവിനെ പോലെ തകർന്നു പോകുന്ന അവസ്ഥയിൽപ്പെടാതെ, ആത്മഹത്യ ചെയ്യുന്ന ഭീരുക്കളാവാതെ, ജീവിതത്തിൽ അന്യാധീനപ്പെട്ടു പോകുന്ന അവസ്ഥയിലാവാതെ, നല്ല ഊർജ്ജസ്വലമായി ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്ത് വളരുന്ന, നല്ല കാരുണ്യത്തിന്റെ ശക്തിയുള്ള, നല്ല ഉജ്ജ്വലമായ ലക്ഷ്യബോധമുള്ള, നിശ്ചയദാർഢ്യമുള്ള, ജീവിതത്തിന്റെ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന കരുത്തുറ്റ കുട്ടികളെ വളർത്തിയെടുക്കാൻ ഈ ഭഗവാൻ പറയുന്ന ഈ 26 ഗുണങ്ങളെ കൃത്യമായി ഒന്ന് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. മനസ്സിലായില്ലേ? അവിടെ ഭഗവാൻ പറയും അഭയം തത്വസംശുദ്ധർ ജ്ഞാന യോഗവ്യവസ്ഥിതി ദാനം ദമച്ഛയജ്ഞസ്യ സാധ്യായസ്തവ ആർജവം അഹിംസാ സത്യം അക്രോധ ത്യാഗ ശാന്തിരവൈശുനം ദയാഭൂതേഷുരോ ലുപ്തം മാർദ്ദവം ധീരജാപലം തേജക്ഷമാ ധൃതിക്ഷൗജ മദ്രോഹോ നാരിമാനിത ഭവന്തി സമ്പദം ദേവി അഭിജാതസ്യ ഭാരത. ഹേ ഭാരത, ഹേ പാണ്ഡവ, ഈ 26 ഗുണങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. എണ്ണിയാണ് പറയുന്നത് 26 ഗുണങ്ങൾ.
അതിൽ ആദ്യത്തേതാണ്, ഏറ്റവും ആദ്യം ഒരു മനുഷ്യനുണ്ടാവേണ്ട സദ്ഗുണമാണ് ഏത്? നിർഭയം. മനസ്സിലായില്ലേ? ആ നിർഭയം നമുക്കില്ലെങ്കിൽ നമ്മുടെ ഭക്തി കൊണ്ട് ഗുണം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഭഗവാനോട് നമുക്ക് ഭയമല്ല വേണ്ടത്, സ്നേഹമാണ് വേണ്ടത്. അവിടെ പറയുന്നത് എന്തൊക്കെയാണ് പെട്ടെന്നൊന്ന് പറയാം. ഭയമില്ലായ്മ, മനഃശുദ്ധി, ജ്ഞാനയോഗത്തിൽ ഉറച്ച നില, ദാനം, ഇന്ദ്രിയ നിഗ്രഹം, യജ്ഞം, വേദധ്യാനം, തപസ്, കൗടില്യമില്ലായ്മ, അഹിംസ, സത്യം, ക്രോധമില്ലായ്മ, ത്യാഗം, ശാന്തി, ഏഷണിയില്ലായ്മ, പ്രാണികളിൽ മനസ്സുകൊണ്ടുള്ള അലിവ്, ദൂരമില്ലായ്മ, സൗമ്യഭാവം, ലജ്ജ, ത്രിവിധ കർണങ്ങളിൽ വെറുതെയുള്ള വ്യവഹാരം തടയുക, തേജസ്, ക്ഷമ, ധാരണാശക്തി, മനസ്സിന്റെയും ശരീരത്തിന്റെയും ശുദ്ധി, ആരെയും ഉപദ്രവിക്കാതിരിക്കുക, അതിമാനമില്ലായ്മ എന്നീ ആ സവിശേഷമായ ദൈവിക സമ്പത്തിനെ നമ്മളിൽ ജനിപ്പിച്ചാൽ ജീവിതം ആനന്ദപ്രദമായി മാറും. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ശാസ്ത്രത്തിലൂടെ നേടേണ്ട അറിവിനെ നേടേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത് നേടാത്തതാണ് എന്നുള്ളതാണ് നമ്മളുള്ള പ്രശ്നം. ശരി, ഇവിടെ പറഞ്ഞു വന്ന വിഷയത്തിൽ പറഞ്ഞ ആ വിഷയം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക്. പറഞ്ഞു വന്നെന്താ? ക്ഷേത്രത്തിൽ നിന്ന് പുഷ്പം സ്വീകരിക്കുന്നത് എന്തിനാണ്? ചിലർ വാങ്ങി മടക്കി പേസിനകത്ത് വെച്ച് വീട്ടിൽ കൊണ്ടുപോയി ഉണക്കി എടുത്ത് അയത്തുന്നത്. ചിലർ വീട്ടിൽ കൊണ്ടുവന്ന് ജനലിന്റെ കട്ടകളിലെ തിരികെ വെക്കും. ചിലർ വാങ്ങി അമ്പലത്തിന്റെ മുറ്റത്തിനടുത്ത് ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോകും. അല്ലേ? ഇതൊക്കെയല്ലേ നടക്കുന്നത്? എന്തിനാണ് ഈ പൂ തരുന്നതെന്ന് ഇന്നോടെ ചിന്തിച്ചിട്ടുണ്ടോ? ചന്ദനം തരുന്നതിനാണ് നമുക്കറിയാം, നെറ്റിയിൽ തൊടാനാണെന്നൊക്കെ നമുക്കറിയാം. അല്ലേ? ഇവിടെ എന്തിനാണ്? ഇത്രയും വരയ്ക്കുന്നത് ആരെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ പൂ മേടിക്കത്തില്ലായിരുന്നു. അങ്ങനെയാണോ? ഭഗവാന്റെ ചൈതന്യത്തെ മനസ്സിലല്ലേ പകരുന്നതിൽ പ്രധാനമായ രണ്ട് വസ്തുക്കളാണ്. ഒന്ന് പുഷ്പവും ഒന്ന് ജലവും. നമ്മൾ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാനിലേക്ക് ദേവചൈതന്യത്തെ ആ പ്രതിഷ്ഠിക്കുന്നത് വിഗ്രഹം പ്രതിഷ്ഠിച്ചതോട് കൂടിയിട്ടല്ല. ഈ കലശാഭിഷേകം എന്ന് പറഞ്ഞിട്ടില്ലേ, കുംഭം വെച്ച് അഭിഷേകം ചെയ്ത് പൂക്കളിലൂടെ ഭഗവാനെ ചൈതന്യത്തെ ആവാഹിച്ച് ആ ജലത്തിലേക്ക് ആ ചൈതന്യത്തെ പകർന്ന് ആ ചൈതന്യം വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യുമ്പോഴാണ് ഭഗവാന് ആ വിഗ്രഹത്തിൽ ദേവചൈതന്യം ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പ്രതിഷ്ഠാ വാർഷികത്തിലെ പ്രധാന ചടങ്ങ് എന്താ? പ്രതിഷ്ഠാ വാർഷികങ്ങളിലെ പ്രധാന ചടങ്ങ് എന്താ? കലശമാണ്. മനസ്സിലായില്ലേ? ആ മന്ത്ര ചൈതന്യം കൊണ്ട് ജലത്തിലൂടെ പകരും. അപ്പോ ആ ദേവന്റെ പാദത്തിൽ അർപ്പിച്ച പൂക്കളാണ് നമുക്ക് പ്രസാദമായി തരുന്നത്. നമ്മൾ കൊണ്ടുകൊടുത്തപ്പോൾ അതേണക്ക് തരികയല്ല, അർപ്പിച്ച പൂവാണ് തരുന്നത്. ഈ പൂവില് ആ മന്ത്രചൈതന്യവും ദേവചൈതന്യവും അടങ്ങിയിട്ടുണ്ട്. അത് കിട്ടുമ്പോൾ സമയത്ത് അത് എടുത്ത് നമ്മൾ രണ്ട് മൂക്കിലൂടെ, ഇടയത്തെ മൂക്ക് വലതേ മൂക്ക്, രണ്ട് മൂക്കിലൂടെ ആ ദേവചൈതന്യത്തെ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ പ്രാണനോടൊപ്പം ചേർത്ത് ഉള്ളിലേക്ക് ആ ചൈതന്യത്തെ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം അത് കാലത്തിന്റെ പ്രതീകമായി ഇടത് വലത് കണ്ണുകളിൽ സൂര്യചന്ദ്രന്മാരെന്ന പ്രതീകത്തില് രണ്ട് കണ്ണുകളിൽ വെച്ചതിന് ശേഷം തലമുടി തുരുകയോ ചെവിയിൽ വെക്കുകയോ പേഴ്സി വെക്കുകയോ ഉപേക്ഷിക്കുകയോ എന്തു വേണമെങ്കിലും ആവാം. അതിലെ ആ ചൈതന്യത്തെ സ്വീകരിച്ചതിന് ശേഷം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോ ആചാരങ്ങളും നമ്മുടെ ജീവിതത്തില് പ്രധാനമാണ് എന്നതുകൊണ്ട് ഈ സമയത്ത് അതൊന്ന് സൂചിപ്പിച്ച് പോയതാണ്.